ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പ്രായരി കല്ലേക്കാട് മാമ്പറ ക്വാറിക്ക് മുമ്പിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ക്വാറിയിൽ പരിശോധന നടത്താൻ അധികൃതർ എത്തിയപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെ പ്രതിഷേധിച്ച് എത്തിയിരുന്നു. ഈ ഫോഴ്സ് അനാവശ്യമായി എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ഇവരെല്ലാം ജോലിക്ക് പോകുന്ന ആളുകളാണ്. എല്ലാ ദിവസവും ഇതിപ്പം ഇവരാരും ഇവരുടെ വീടും പറമ്പ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയല്ല. നാട്ടിലൊരു പൊതുവായ പ്രശ്നത്തിക്കുക എല്ലാ ദിവസവും ഇവർ പണിയും മുടക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എസ്പിയോട് സംസാരിച്ചായിരുന്നല്ലോ, അനാവശ്യമായിട്ട് ഫോഴ്സിനെ അയക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഫോഴ്സിനെ അയക്കുന്നു? നിങ്ങളെല്ലാ കോടതി ഉത്തരവും നടപ്പാക്കാറുണ്ട്, ഇത് മാത്രം നടപ്പാക്കാൻ അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആയിക്കും, ഇവരും ക്ലിയർ ആകും. നമ്മളാരും തർക്കത്തിന് നിൽക്കുകയല്ല, നമ്മളൊരു സംഘർഷം വേണ്ട. ഇന്നെന്തായാലും ടെസ്റ്റ് നടക്കില്ല, അത് മനസ്സിലാക്കണം. നമുക്കെല്ലാം വേറെ ജോലിയുണ്ട് അല്ലേ, എല്ലാവർക്കും വേറെ ജോലിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ക്വാറിയിൽ നിന്ന് 200 മീറ്റർ അകലെ 22 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ജൽജീവൻ മിഷന്റെ ജലസംഭരണിക്കും 150 വീടുകൾക്കും ക്വാറിയുടെ പ്രവർത്തനം ഭീഷണിയാകുമെന്നാണ് നാട്ടുകാരുടെ പരാതി. ജില്ലാ കളക്ടർ, മൈനിംഗ് ജിയോളജി മലിനീകരണ നിയന്ത്രണ ബോർഡ്, പോലീസ്, പിരായിരി വില്ലേജ്, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വൈബ്രേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടി അധികൃതരും ക്വാറി ഉടമയും സ്ഥലത്തെത്തിയത്. തുടർന്ന് നാട്ടുകാർ പ്രവർത്തനം തടയുകയായിരുന്നു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും MLAയും പോലീസും ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ജനങ്ങൾ കൺസേൺ പറയുമ്പോൾ ആ ജനങ്ങളുടെ മുകളിലേക്ക് നമ്മൾ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. ജനങ്ങൾക്ക് ആശങ്കയുണ്ടോ? അപ്പോൾ ഏത് സംരംഭം ആയിക്കോട്ടെ, ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എങ്കിൽ ആ ആശങ്ക കേട്ട് ആ ആശങ്ക പരിഹരിച്ച് അതിനുശേഷം മുന്നോട്ട് പോകുന്നതിനപ്പുറം ജനങ്ങളുടെ മുകളിലേക്ക് ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി പ്രതിരോധം ഉണ്ടാകും. ആ പ്രതിരോധത്തിന് സ്വാഭാവികമായ ഒരു ജനപ്രതിനിധി നിലയിൽ മുന്നിൽ തന്നെ ഉണ്ടാകും. 2017 പ്രവർത്തനം നിലച്ച ക്വാറിക്ക് അനുമതി ലഭിച്ചത് അടുത്തിടെയാണ്. ജില്ലാതല റവന്യൂ സമിതി, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എന്നിവയുടെ ഉൾപ്പെടെ എല്ലാ അനുമതികളും ലഭ്യമാക്കി നിയമവിധേയമായാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ക്വാറി അധികൃതർ പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.